കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇടുക്കിയിൽ CPM ഏരിയ കമ്മിറ്റികൾ നടത്തുന്ന സമരം പ്രഹസനമാണെന്ന് KPCC മീഡിയ വക്താവ് സേനാപതി വേണു. ഇടുക്കിയോട് അവഗണന കാണിച്ച സംസ്ഥാന ബജറ്റിനെതിരെയാണ് യഥാർത്ഥത്തിൽ CPM സമരം നടത്തേണ്ടത് എന്നും കൃഷിനാശം നേരിട്ട കർഷകർക്ക് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് നൽകിയതെന്നും ഇതിനെതിരെയാണ് സമരം നടത്തേണ്ടത് എന്നും അദ്ദേഹം പരിഹസിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന് പറഞ്ഞ് CPMന്റെ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട ജാഥകൾ നടക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇടുക്കിയോട് ഇതുപോലെ അവഗണന കാണിച്ചിട്ടുള്ള ഒരു ബജറ്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമ്പൂർണമായ അവഗണനയാണ് ഇടുക്കിയോട് ഈ ബജറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ തകർന്ന കാർഷിക മേഖല, ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ വസതികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ, ഇതെല്ലാം സമ്പൂർണമായി ഈ ബജറ്റിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുന്ന ഏരിയ കമ്മിറ്റികൾ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടുക്കിയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്. കേരളത്തിൽ ഏറ്റവും അധികം വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളതും ആളുകളുടെ സ്വത്തുക്കളും വസ്തുവകകളും നാശമോശപ്പെട്ടിട്ടുള്ളതും ഇടുക്കി ജില്ലയിലാണ്. അപ്പോ ബജറ്റിൽ ആകെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 50 കോടി രൂപ മാത്രമാണ് വന്യജീവി ആക്രമണങ്ങൾ തടയാൻ. അത് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ പോലുള്ള ഒരു പഞ്ചായത്തിന് പോലും പര്യാപ്തമല്ല എന്നുള്ളതാണ്. അപ്പൊ സമ്പൂർണമായി ഇടുക്കി ജില്ലയെ അവഗണിച്ചിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ബജറ്റിനെതിരെയാണ് യഥാർത്ഥത്തിൽ CPM ആദ്യം സമരം നടത്തേണ്ടത്. അതിനുശേഷമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം നടത്തേണ്ടത്. ഇവിടെ 100 കണക്കിന് ഹെക്ടർ ഏലത്തോട്ടമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് കരിഞ്ഞുണങ്ങിപ്പോയത്. കാരണം കൃഷിക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത് കേവലം 10 കോടി രൂപയാണ്. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം തന്നെ 150 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നക്കാപ്പിച്ച നഷ്ടപരിഹാരം മാത്രമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ CPM ഇപ്പോൾ സമരം നടത്തേണ്ടത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ അല്ല, മറിച്ച് ഇടുക്കിയോട് CPMഉം സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം നടത്തേണ്ടത്.